ഹലോ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. മീയാണ്. കുറച്ചധികം നാളിന് ശേഷം നമ്മളൊരു സാധാരണ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ ആയിട്ട് വന്നേക്കാണ് കേട്ടോ. കുറച്ച് അടുപ്പിച്ച് മറ്റ് ആൾക്കാർ വന്നതും അതും ഇതും ഒക്കെ വീഡിയോസൊക്കെ ഇട്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി മെസ്സേജസും ഇമെയിലൊക്കെ വന്ന് ചേച്ചി സാധാരണ ദിവസം ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യുമെന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാരാണേലും അത് കാണാൻ ഇഷ്ടമുള്ളവരും താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ വലിയ സന്തോഷം. നമുക്ക് വെക്കേഷനാണ് കേട്ടോ, സ്റ്റിൽ വെക്കേഷനാണ്. ഞാൻ ഓഗസ്റ്റ് ഒരു ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ മിഡ് മന്തിലൊക്കെ തിരിച്ച് വർക്കിൽ കയറണമെന്ന് വിചാരിക്കുന്നു. പിള്ളേർക്ക് സെപ്റ്റംബർ 3 സ്കൂൾ തുറക്കുക. രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ചായ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് തോമസ് കുറച്ച് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നു. നമ്മൾ വീക്ക്ലി വൺസ് ആണ് മോസ്റ്റ്ലി മേടിക്കുന്നതെങ്കിലും ഇടയ്ക്കൊക്കെ തീരുന്ന അനുസരിച്ച് മേടിക്കേണ്ടി വരും, പ്രത്യേകിച്ച് പച്ചക്കറികളും സാധനങ്ങളൊക്കെ. മഷ്റൂമും ഈ ഒരു സ്പിനാഷും ഇത് രണ്ടും ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ എഗ്ഗ് കഴിക്കുമ്പോൾ അതിൻ്റെ അടുത്തൊന്ന് സോട്ടേ ചെയ്യാനാണ്. മഷ്റൂം ഞാൻ ഓൾറെഡി കട്ട് ചെയ്തതാണ് മേടിക്കുന്നത്. കാരണം എന്താ പറയുക, കട്ട് ചെയ്താണ് അതെന്നാലും കഴുകിയിട്ട് അങ്ങോട്ട് യൂസ് ചെയ്താൽ മതിയല്ലോ. എനിക്ക് മഷ്റൂം കട്ട് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നിങ്ങനെ ചീഞ്ഞ് പോകുന്ന ഹിസ്റ്റോറിക്കൽ സ്വഭാവമുള്ളത് കൊണ്ട് കട്ട് ചെയ്ത് മേടിക്കുന്ന കുറച്ചും കൂടെ ഞാൻ ഉപയോഗിക്കാം. കുറച്ചെടുത്തിട്ട് ഇതൊരു 2 നേരം എടുക്കാനുണ്ട്. ഞാനിപ്പം മോനും എൻ്റെ മൂത്ത ആളും ജിമ്മിലൊക്കെ പോകാൻ തുടങ്ങിയത് കൊണ്ട് അവനും ഇങ്ങനെ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയി. അവൻ്റെ ട്രെയിനറും ഭയങ്കര ട്രെയിനിങ് ആണ്, ഇത് കഴിക്കണം അത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം കുറച്ചേറെ വെജിറ്റബിൾസൊക്കെ എത്തിക്കാൻ വേണ്ടി പിന്നെ കുറച്ച് ബ്ലൂബെറീസ് ഞാൻ സീസൺ ആകുമ്പോഴത്തേന് ഫ്രഷ് തന്നെ മേടിക്കും, അല്ലെങ്കിൽ ഫ്രോസൺ മേടിക്കും. അതുപോലെ സ്ട്രോബെറിയുടെ ഒക്കെ സീസണാണ്, അപ്പോൾ നമുക്ക് പിക്ക് ചെയ്യാനൊക്കെ പോകാൻ പറ്റുള്ളൂ. നമ്മുടെ ബാക്ക് യാർഡിലും ഉണ്ട് റാസ്ബെറിയും സ്ട്രോബെറിയും ഒക്കെ. കുറച്ച് കത്രിക്ക മേടിച്ചേക്കുന്നത്, വഴുതനങ്ങ എന്നല്ലേ പറയുക, അത് മേടിച്ചേക്കുന്നത് സാമ്പാർ ഉണ്ടാക്കാനാണ്. പിന്നെ ഒരു സാലഡിന് എനിക്കും ഇമാനുവലിനും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സീസർ സാലഡിൽ ചിക്കൻ ബ്രസ്റ്റ് നല്ലോണം ഗ്രില്ല് ചെയ്ത് ഇട്ടിട്ടുള്ളത്. നേരത്തെ ട്രെയിനറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ട്രെയിനർ അല്ല കേട്ടോ ഇത് കഴിക്കണം എന്ന് പറയണത്. നമുക്കറിയാമല്ലോ, എക്സസൈസൊക്കെ ചെയ്യുമ്പം കുറച്ചും കൂടെ നല്ലതായിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ട് കഴിക്കേണ്ടതുകൊണ്ട് അവനും കൂടെ ഞാനത് ശ്രദ്ധിക്കേണ്ടെന്നാണ് പറഞ്ഞ് ഉദ്ദേശിച്ചത്. പഴം വാങ്ങി, പിന്നെ കുറച്ച് ഏത്തയ്ക്ക വാങ്ങിയിട്ടുണ്ട്. ഈ ഏത്തയ്ക്ക പുഴുങ്ങിയിട്ട് അതിനകത്ത് ഇത്തിരി നെയ്യും ലേശം ഹണിയൊക്കെ ഒഴിച്ചിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അല്ലെ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഇടയ്ക്ക് ഒരു ചീറ്റ് മീൽ പോലെ. ഫ്രഞ്ച് ബീൻസ്, പിന്നെ ഗ്രീക്ക് യോഗട്ട്, ഇത് സ്മൂത്തി അടിക്കാനാണ്. സ്മൂത്തി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു ബ്ലൂബെറി നേരത്തെ കണ്ടില്ല, ബ്ലൂബെറിയും കുറച്ച് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ പൗഡർ കഴിക്കുന്ന ദിവസമാണ് അതൊക്കെ ഇട്ടെടുക്കും. അല്ലെങ്കിൽ തന്നെ ഇതിനകത്തും ഞാൻ ഒട്ടും ഫ്ലേവേഡ് അല്ലാത്ത കേട്ടോ വാങ്ങുക. എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ബ്രെഡ് വാങ്ങുമല്ലോ, എന്തായാലും പറഞ്ഞ പേര് സോർഡോ ബ്രെഡിൻ്റെ ബ്രാൻഡില്ല, അത് സ്റ്റോറിൽ ബേക്ക് ചെയ്യുന്നതാണ് മേടിക്കുക. ഇവിടെ ബേക്കറിയിൽ ബേക്ക് ചെയ്യുന്നത് ഞാൻ മേടിക്കുക ചെയ്യുക, അതുകൊണ്ട് അങ്ങനെ അതിന് ബ്രാൻഡ് ആയിട്ടില്ല. പിന്നെ കുറച്ച് അവക്കാഡോ മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ എന്താ പറയുക, ഒരുമാതിരി പഴുത്ത് തുടങ്ങിയത് മേടിക്കുക, അല്ലെങ്കിൽ എല്ലാം ചീഞ്ഞു പോകും കേട്ടോ. സ്മൂത്തിയിലിടുക, അല്ലെങ്കിൽ സോർഡോ ബ്രെഡിൽ സാൻഡ്വിച്ച് ആക്കുകയോ ചെയ്യും എഗ്ഗ് വെച്ചിട്ട്. വാട്ടർമെലൺ വാങ്ങി, പിന്നെ കുറച്ച് ഓറഞ്ചും, അങ്ങനെ ഫ്രൂട്ട്, അത്യാവശ്യമുള്ള ഫ്രൂട്ട്, വെജീസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ സാധനങ്ങൾ തീരുന്ന അനുസരിച്ച് ഇതൊക്കെ തീരുന്ന അനുസരിച്ച് മേടിക്കും. പിന്നെന്താ പറയുക, എനിക്ക് ഇന്ന് ജിമ്മിൽ പോകേണ്ട ദിവസമായിരുന്നു. അപ്പം ഞാനിപ്പം എന്താ പറയുക, മടി വരും കേട്ടോ. എനിക്ക് ആരോ ചോദിക്കേണ്ടായിരുന്നു മടിയൊക്കെ വരുമെന്ന്, എങ്ങനെയാണ് ട്രെയിനിങ് ചെയ്യാമെന്ന്. നല്ലപോലെ മടി വരും, പോകണോ വേണ്ടോ എന്ന് ആലോചിക്കും. പിന്നെ കാശ് കൊടുത്തു പോയതാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ പോകും. അവിടെ ചെന്നങ്ങ് കാല് കുത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഉത്സാഹമാണ് കേട്ടോ. നമുക്ക് ആരെങ്കിലുമൊക്കെ ഒന്ന് വിടാൻ വേണം, എന്താ ചെയ്യുക ലൈഫ്. ചിലർക്ക് അങ്ങനെയാണ്, ചിലർക്ക് ഇൻട്രൻസിക് മോട്ടിവേഷൻ ഉണ്ട്. എനിക്ക് ചില കാര്യങ്ങളിൽ ഭയങ്കര ഇൻട്രൻസിക് മോട്ടിവേഷനാണ്. ചില കാലങ്ങളിൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ കുത്തിപ്പോക്കണം. അത് ചിലപ്പം നമ്മുടെ ട്രെയിനർ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കണ കാശ്, അതല്ലെങ്കിൽ നമ്മുടെ കെട്ടിയോൻ, അങ്ങനെ ആരെങ്കിലുമൊക്കെ കുത്തിയടിച്ച് വിടും. ഇത് ജിം ഇൻ ദ നോർത്ത് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ലോക്കൽ ജിമ്മാണ്, പക്ഷേ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞാൻ 1 മണിക്കൂർ ഫുൾ ട്രെയിനിങ് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അത് ഇങ്ങനെ താങ്ങാൻ പറ്റണ്ടായപ്പോൾ ഹാഫ് ആൻ അവർ വെയ്റ്റിൽ ലിഫ്റ്റിങ്ങിനൊക്കെ ട്രെയിനിങ് എടുക്കും, ബാക്കി കാർഡിയോ ഞാൻ തന്നെ ചെയ്യും. അങ്ങനെ ഒക്കെ ചെയ്തേക്കാം. ഞാൻ വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ ഇതാണ് അവസ്ഥ. തോമസിന് പെട്ടെന്ന് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം തോന്നുന്നു, ഓർഗനൈസ് ചെയ്യണമെന്ന്. പുള്ളി എന്തോ നോക്കിയിട്ട് കണ്ടില്ല.
അപ്പോൾ പിന്നെ ഇങ്ങനെയാണ്. അപ്പോൾ പാൻട്രിയും ആ സൈഡത്തെ റൂമൊക്കെ വൃത്തിയാക്കാം. അപ്പോൾ എനിക്കിങ്ങനെ കാണുമ്പോൾ വെപ്രാളം വരും കേട്ടോ, ആ കലങ്കോലപ്പെട്ട് കണ്ട. അപ്പോൾ തന്നെ എനിക്കൊരു സ്മൂത്തി ഇതാ കണ്ടോ, നമ്മുടെ യോഗട്ടും ഗ്രീക്ക് യോഗട്ടും പ്രോട്ടീൻ പൗഡറും ബെറീസൂടെ അടിച്ചിട്ടൊരു സ്മൂത്തി അടിച്ച് തന്നെ ഒരു മൂലയ്ക്ക് ഇരുത്തി. പിന്നെ അവർ തന്നെ ചെയ്തോളാമെന്ന് പറഞ്ഞു. പിന്നെ നമുക്കത് കുഴപ്പമില്ല, അങ്ങനെ വൃത്തിയാക്കി ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ പിന്നെ ഉപയോഗിക്കാൻ എളുപ്പമുണ്ടല്ലോ. ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ നമ്മൾ കഴിച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഉച്ചഭക്ഷണമൊക്കെ തോന്നുന്നു നമ്മൾ പുറത്തുനിന്ന് കഴിച്ചു എന്ന് തോന്നുന്നു. തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് പുറത്ത് പോയാലും നമ്മൾ കുറച്ച് എന്താ പറയുക, ഇപ്പം ഭയങ്കരമായി ചില സമയത്ത് അങ്ങനെയല്ല, നമുക്ക് ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആകുമ്പോൾ പുറത്ത് പോയാലും അതൊക്കെ നോക്കിയും പിടിച്ചൊക്കെ കഴിക്കും കേട്ടോ. ഞാൻ സാലഡൊക്കെ ഓർഡർ ചെയ്തിട്ട് അവരോട് പറയും എനിക്കതിനകത്ത് സോസ് ഒഴിക്കരുത്, അതൊക്കെ അവിടുത്തെ വെയിറ്റേഴ്സൊക്കെ എന്നെ ഇവൾ പ്രാന്താണോ എന്നുള്ള രീതിയിലൊക്കെ നോക്കും. പക്ഷേ ചിലപ്പോൾ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാറില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേന് നമുക്കിനി അടുത്ത ദിവസത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ചിക്കൻ ഗ്രില്ലും ബേക്കൊക്കെ മടുത്തൂടെ, നാടൻ ചിക്കൻ കറി വെക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ സാധാരണ സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില വഴറ്റി നല്ല എണ്ണ തെളിഞ്ഞ് വന്നപ്പോഴത്തേന് അതിനകത്തോട്ട് ഞാൻ ചിക്കൻ മസാല മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ. അതൊരു വല്ലാത്ത എന്താ പറയുക, ഒരു കൺട്രോൾഡ് ലൈഫ് എന്ന് പറയാം. എനിക്ക് ചിക്കൻ മസാല ഇട്ടാലും മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇടണമായിരുന്നു, അതിടാണ്ട്. പിന്നെ തക്കാളി നന്നായിട്ട് വഴറ്റി ഇത് ചിക്കൻ തൈസാണ്, ബോൺലെസ്, അതിട്ട് റെഡിയാക്കി എടുത്തു. നമ്മൾ സാധനങ്ങൾ ഞാൻ നേരത്തെ പറയില്ലേ പാൻട്രിയൊക്കെ തോമസ് വൃത്തിയാക്കണമെന്ന്. അപ്പോൾ നമ്മുടെ അടുക്കള വൃത്തിയായിട്ടിരിക്കണമല്ലോ. ഇങ്ങനെ ഒരു മൂലയ്ക്കൊരു ഗുഹ പോലൊരു മുറി ഉണ്ടെങ്കിൽ നല്ല സൗകര്യമാണ്. അതിനൊരു അടപ്പും കൂടെ ഉണ്ട്, അതിലും സൗകര്യം. അങ്ങനെ സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ തള്ളി വയ്ക്കാം. ഇതിൻ്റെ ഏറ്റവും മേളിൽ നമുക്ക് എപ്പോഴും ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് വെച്ചേക്കുന്നത്. ഒത്തിരി ആൾക്കാർ വന്നാൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, നമ്മുടെ ഇന്ത്യൻ മസാലകൾ. പിന്നെ എത്തണ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് 3-4 തട്ടുകളായിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഏറ്റവും ആവശ്യമില്ലാത്ത എപ്പോഴും എടുക്കാത്ത സാധനങ്ങൾ ഏറ്റവും മേളിലോട്ടങ്ങ് തള്ളിയിട്ടുണ്ട്. ഇതൊക്കെ എന്തൊക്കെയോ കഷായങ്ങളും മരുന്നല്ല, കഷായോ, എണ്ണ, മറ്റേ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഇതൊന്നിപ്പോൾ ആവശ്യമുള്ളെങ്കിൽ നമ്മൾ പോയിട്ട് ഇങ്ങോട്ട് എടുക്കും. അപ്പോൾ അതൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സിപ്പ് ലോക്ക് ബാഗുകൾ. പിന്നെ ഇതാണ് കേട്ടോ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളിപ്പം നമ്മുടെ ഇവിടെ മലയാളിക്കടയിൽ കിട്ടും. അപ്പം ആവശ്യത്തിന് കുറച്ചല്ലേ വേണ്ടി വരുള്ളൂ. അപ്പം ഞാൻ പൊട്ടിക്കാത്ത പാക്കറ്റൊക്കെ അവിടെ വെക്കും, പൊട്ടിച്ചുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ ഹാൻഡ് സാനിറ്റൈസർ, ഒരു ഭരണി, പിന്നെ ഇങ്ങനത്തെ ഈ ഒരു സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ്. അധികം ആൾക്കാരൊക്കെ വന്നാൽ നമ്മൾ സാധനങ്ങൾ എടുത്ത് വെക്കണ കുറച്ച് പാത്രങ്ങളും സാധനമൊക്കെയാണ്. പിന്നെ ഐസൊക്കെ വെക്കുന്ന ട്രേകൾ, മുട്ട വെക്കണ പാത്രങ്ങൾ, അത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആവശ്യം വരും, അവിടെ വെച്ചേക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഓരോ റാപ്പുകളും പാത്രങ്ങളും, സോപ്പ്, സ്പ്ലെൻഡ്, അത് സ്വീറ്റ്നറാണ്. പിന്നെ ശർക്കര, അങ്ങനെ ഇതൊന്നും വല്ലപ്പോഴും അല്ലേ ആവശ്യം വരും. അപ്പോൾ ഇത് എടുക്കണമെങ്കിൽ ഒരു സ്റ്റൂൾ ഇട്ട് കാരണം കേട്ടോ, എനിക്ക് അത്ര എൻ്റെ ഹൈറ്റിലോട്ട് എത്തില്ല. പിന്നെ ഇതിൻ്റെ അടിയിൽ ഈ ഒരു സ്ഥലത്താണ് മെയിൻലി എപ്പോഴും വേണ്ട സാധനങ്ങൾ. ഇതൊരു ചിക്കൻ ടിക്ക മസാലയോ ബട്ടർ ചിക്കൻ മസാലയോ അങ്ങനെ വേണ്ടതാണ്. പിന്നെ എന്താ പറയുക, ഈ ഒരു ക്രിയാറ്റിൻ തോമസും ഞാനൊക്കെ എക്സസൈസൊക്കെ ചെയ്യണ ആവശ്യമുള്ള ദിവസം കഴിക്കുന്നത്. അപ്പോൾ അത് അവിടെ കാണുന്നിടത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കടല, പരിപ്പ്, പയർ, ഇങ്ങനത്തെ ഈ പാത്രത്തിൻ്റെ സെറ്റ് 2 സെറ്റ് പാത്രം നമ്മൾ കോസ്കോയിൽ വന്നപ്പം മേടിച്ച് വെച്ചതാണ് കേട്ടോ. അതിന് മുമ്പ് ഞാൻ നമ്മുടെ വെളിച്ചെണ്ണയുടെ പാത്രമൊക്കെ ആയിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ക്രിയാറ്റിൻ്റെത് അവിടെ വേറെ അതിൻ്റെ താഴെ ഒരു സ്പോട്ടിലാണ് തോമസ് വെച്ചിരുന്നത്. ഞാൻ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ എടുത്തങ്ങോട്ട് മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥലം മാറ്റി വെച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പരിഹാസം കേട്ടപ്പോൾ ഞാൻ പിന്നെ എൻ്റെ സ്ഥലത്തോട്ട് മാറ്റി വെച്ചതാണ്. എല്ലാത്തരം പയറും കടലയും പരിപ്പ് സാധനങ്ങളും നമ്മൾ ആഴ്ചയിൽ ഒരു 2 days 3 days എങ്കിലും ഇത് പരിപ്പ് കടല വയ്ക്കും. പിന്നെ സാമ്പാർ അങ്ങനത്തെ ഇടുമല്ലോ. പിന്നെ ഉഴുന്നും ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിലാണ് വെച്ചേക്കണത്. ഇത് സ്റ്റീൽ കട്ട് ഓട്സ് ഇങ്ങനെ ഒരു പാത്രത്തിൽ തന്നെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ തെറ്റിയ ഒരു അണ്ടിപ്പരിപ്പൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ അതെനിക്ക് തോന്നുന്നത് ഇടാൻ എളുപ്പത്തിന് തോമസ് എടുത്ത് വെച്ചിരുന്നതാണ്. മറ്റേ നമ്മുടെ റാഗി, പാസ്ത ഞാൻ ഗ്ലൂട്ടൻ ഫ്രീ പാസ്ത ആണ് ഇവർക്ക്, പിള്ളേരാണ് പാസ്ത കഴിക്കാറുണ്ട്. നമ്മളങ്ങനെ ഗ്ലൂട്ടൻ ഫ്രീ അല്ല, സീലിയാക്കൊന്നുമല്ല. പക്ഷേ കുറച്ച് പാസ്തയ്ക്കൊക്കെ കുറച്ച് ചിലപ്പോൾ ഇങ്ങനെ ഈ വയറിന് ഇറിറ്റേഷൻ വരുന്നത് ഗ്ലൂട്ടൻ ആയിരിക്കും എന്നൊക്കെ ഡോക്ടർ പറഞ്ഞുകൊണ്ട് പറ്റാവുമ്പോൾ ഒക്കെ ഗ്ലൂട്ടൻ ഫ്രീ ഉപയോഗിക്കും. പിന്നെ നമ്മൾ ഇവിടെയാണ് ഞാൻ ബേക്കിങ്ങിനുള്ള കുറച്ച് സാധനങ്ങളും, പിന്നെ എന്താ പറയുക, ഈ ഒരു അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്താച്ചിയോ അങ്ങനത്തെയൊക്കെ മേടിക്കുകയാണെങ്കിൽ അതെല്ലാം വെക്കുന്ന സ്ഥലം ഇവിടെയാണ്.
പിന്നെ റോസ്റ്റഡ് അരിയുടെ പൊടി, റാഗിപ്പൊടി, പുട്ടുപൊടി അതൊക്കെ ഞാൻ ദാ ഇങ്ങനത്തെ പാത്രങ്ങളിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെന്താ പറയുക, ഇതിനകത്ത് ചിയാ സീഡ്സും അങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ, പ്രത്യേകിച്ചൊരു നിയമമൊന്നുമില്ല കേട്ടോ ഇതൊക്കെ എങ്ങനെ വെക്കണമെന്ന്. അപ്പോൾ ഇതിങ്ങനെ തോമസ് ഇതെല്ലാം മാറ്റി ഭയങ്കര നിയമം അനുസരിച്ചൊക്കെ വെക്കും. പക്ഷേ ഞാനാണല്ലോ മെയിൻലി ഇതൊക്കെ എടുക്കുന്നത്, അതുകൊണ്ട് എനിക്ക് എൻ്റെ കയ്യെത്തുന്നിടത്തില്ലെങ്കിൽ എനിക്കത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പിന്നെ റീഓർഗനൈസ് ചെയ്ത് വെക്കും. പിന്നെ കുറച്ച് എന്താ പറയുക, കഴിഞ്ഞ വർഷം ഓണത്തിന് മറ്റും മേടിച്ചാണ് പായസത്തിൻ്റെ സാധനങ്ങൾ, നൂഡിൽസ്. പിന്നെ ഇതിവിടെയാണ് പിള്ളേരുടെ സ്നാക്ക്, അത് അവർക്ക് എത്തുന്ന പൊക്കത്തിൽ വെച്ചിട്ടുണ്ട്. കിൻവ, ഗ്ലൂട്ടൻ ഫ്രീ ബേക്കിംഗ് പൗഡർ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഈ ഭാഗത്തുമുണ്ട്. നമ്മൾ അങ്ങനെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഗ്ലൂട്ടൻ സീലിയാക്ക് ഒന്നുമല്ല, പക്ഷേ ഗ്ലൂട്ടൻ ഇറിറ്റേഷൻ ഉള്ളത് കൊണ്ട് കുറച്ച് ഗ്ലൂട്ടൻ ഫ്രീ പൗഡറിനകത്ത് മെയിൻലി ഉള്ളത് റൈസും ടപ്പിയോക്ക പൗഡർ അങ്ങനത്തെ ഒക്കെയാണ്. അപ്പം അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവർക്കൊന്നും അത് ഗുണപ്പെടുത്തുമില്ല. ഇത് നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഫുഡ് എന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ പിന്നെ ഇതൊന്നും എന്താ പറയുക, ഫ്ലോർ സാധനങ്ങളൊന്നും കഴിക്കാത്തതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഈ ഭാഗത്താണ് അരികളെല്ലാം വെച്ചേക്കുന്നത്. പച്ചരി, ചാക്കരി, കുത്തരി, ബസ്മതി എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇഡ്ഡലി അരി അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ചായയുടെ സാധനങ്ങൾ. ഇവിടെയാണ് ഞാൻ എൻ്റെ എയർ ഫ്രയർ വെച്ചേക്കുന്നത്. ഞാൻ കൊസോറി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് എനിക്കൊരു എയർ ഫ്രയർ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുവരെ എത്തിയിട്ടില്ല കേട്ടോ. ഞാനത് ഓർഡറിൽ ഇട്ടിട്ടുണ്ട് ആമസോണിൽ നിന്ന്. അത് കാരണം ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് എടുക്കാനായിട്ട്. കുറച്ച് ഏറെ വെക്കണമെങ്കിൽ ഈ ഒരു എയർ ഫ്രയർ യൂസ് ചെയ്യുക. അതിലും കൂടുതൽ വെക്കണമെങ്കിൽ നമ്മുടെ ഓവനിൽ തന്നെ വെക്കും. അപ്പോൾ ഞാനൊരു ചെറിയ കൊസോറിയുടെ, പണ്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു ഒരു റെഡ് കളറുള്ള ഒരു ബ്ലാക്ക് കളറുള്ള ഒരു എയർ ഫ്രയർ പണ്ടുണ്ടായിരുന്നതാണ്. അതുപോലത്തെ ഒരെണ്ണം കൂടെ നോക്കുന്നുണ്ട്. പിന്നെ ഒരു ചട്ടി അവിടെ തെറ്റിയിരിക്കുന്നുണ്ട്. ആ ചട്ടി വെക്കാനായിട്ട് എനിക്ക് വേറൊരു സ്ഥലമില്ല, പൊട്ടാണ്ട് വെക്കണമല്ലോ. അതുകൊണ്ട് ഞാനിവിടെ അരിയുടെ ചാക്കുകളാണ് നമ്മൾ ഈ പാത്രത്തിലിട്ടിട്ട് പിന്നെ ബാക്കിയുള്ള അരിയുടെ ചാക്കുകൾ അവിടെ വെച്ചിട്ടുണ്ട്. എണ്ണകൾ, പിന്നെ സവോളയൊക്കെ ഏറ്റവും അടിച്ചു വരാനൊക്കെ എളുപ്പമാണല്ലോ. അപ്പോൾ ഇത്രയും സാധനം ഈ ഗുഹയിലോട്ട് അങ്ങ് കൊള്ളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആസ്തെറ്റിക് ഭംഗി. നമ്മളിങ്ങനെ ഈ ഒരു പിൻട്രസ്റ്റിലോ ചില വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ഭയങ്കര കളർ കോഡ് ചെയ്ത് ഓർഗനൈസ് വെച്ചേക്കുന്നതാണ്. ഇപ്പം നമ്മുടെ ആ ഒരു വെള്ള അടപ്പുള്ള പാത്രം മാത്രം ഭംഗിക്കിനേക്കാളിലും കൂടുതൽ സൗകര്യത്തിൽ കിട്ടിയപ്പോൾ നമ്മൾ മേടിച്ചെന്നുള്ളൂ. അതിനകത്തൊരു ലൈറ്റും ഉണ്ട്. അപ്പം നമുക്ക് എല്ലാ സാധനങ്ങളും ഒളിച്ചു വെക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ, അല്ല ഒരു സ്റ്റോർ റൂം പോലെ ഉണ്ടാകുമ്പോൾ ഏറ്റവും വലിയ ഗുണം, നമ്മുടെ അടുക്കള കുറച്ചും കൂടെ വൃത്തിയായിട്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചിക്കൻ്റെ അടുപ്പത്ത് ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാനിനി ബാക്കി ഇന്ന് വൈകുന്നേരം ഉണ്ടോ നമ്മളൊന്ന് ആക്റ്റീവായത്. അടുക്കളത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ലൂസ് ലൈഫാണിപ്പോൾ. പ്രത്യേകിച്ച് കാരണം എനിക്ക് അവധിയാണെങ്കിൽ ഇവിടെ എല്ലാം താളം തെറ്റുണ്ട്. ഞാൻ ജോലിക്ക് പോവാം, എനിക്ക് റുട്ടീൻ ഉണ്ടെങ്കിലേ ഉള്ളൂ. കുടുംബത്തും റുട്ടീൻ ഉണ്ടാവത്തുള്ളൂ എന്ന് എനിക്ക് അതെൻ്റെ തോന്നലായിരിക്കും. നിങ്ങളുടെയൊക്കെ വീട്ടിൽ എങ്ങനെയാണെന്ന് പറയണേ. അപ്പോൾ ഡിഷ് വാഷറൊക്കെ രാവിലെ തൊട്ട് ലോഡ് ചെയ്തത് വൈകുന്നേരം കേട്ടോ കഴുകാനിട്ടു. അത് എംറ്റി ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ കുറച്ച് ഇങ്ങനത്തെ പാത്രങ്ങൾ, എനിക്ക് തോന്നുന്നു മീൻ വറക്കവും അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നാളത്തേക്കാണ്, ഇന്നത്തേക്കല്ല. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ സ്റ്റീലിൻ്റെ പാത്രങ്ങളോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ പാത്രങ്ങളോ ആണ് ഇപ്പോൾ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നത്. കുറേ അധികം കാലമായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് മൂട്ടിൽ പിടിക്കാണ്ട് നോക്കുന്നതെന്ന് അങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇത് മൂട്ടിൽ പിടിക്കണില്ല കേട്ടോ. ആദ്യത്തെ കാലത്തൊക്കെ ഞാൻ എണ്ണ ഒക്കെ നമ്മളിത്തിരി ഉപയോഗിക്കണമായിരുന്നു. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കഴുകുമ്പം ഞാൻ സോപ്പും സ്ക്രബ്ബറും ഇട്ട് കഴുകും. അതിനുശേഷം ഇപ്പം സുമ വന്നു പോയതിന് ശേഷമാണ് അവൾ ഇരുമ്പ് പാത്രങ്ങൾ മയക്കൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിൽ തുരുമ്പ് പിടിക്കാതിരിക്കാൻ, എസ്പെഷ്യലി നമ്മൾ ഇരുമ്പിൻ്റെ പാത്രങ്ങളിലും കാസ്റ്റേണിൻ്റെ പാത്രങ്ങൾ തുരുമ്പ് പിടിക്കാതിരിക്കാൻ ഒന്ന് അടുപ്പ് ചൂടാക്കിയിട്ട് ആ പാത്രത്തിലെ വെള്ളം ഒന്ന് പറ്റിക്കുക. തുടയ്ക്കാൻ ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചാലും ജസ്റ്റ് അതിലെ വെള്ളം ഒന്ന് പറ്റിച്ചിട്ട് ഒന്ന് ഞാൻ ഈ ഒരു സെസമ ഓയിലാണ് കേട്ടോ ഈ പാത്രങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ യൂസ് ചെയ്യാം. അപ്പോൾ ഒരു തുള്ളി എടുത്തിട്ട് പാത്രത്തിലോട്ടൊന്ന് അതൊന്ന് ചെറിയായിട്ട് ചൂടായ പാത്രത്തിലോട്ട് ഒന്ന് തിരുമ്മിയിട്ട് വെക്കാമെന്ന്. മൂട്ടിൽ പിടിക്കാറില്ല. ഒരു ചെറു തീ തൊട്ട് മീഡിയം തീയിലിട്ടിട്ടാണ് ഞാൻ ചെയ്യുക. ദോശ ഉണ്ടാക്കാനായിട്ടുള്ള പാത്രം, അതിൽ തന്നെ അപ്പം ഉണ്ടാക്കാം. പിന്നെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാം. ഇതിൻ്റെ തന്നെ വേറൊരു പാത്രം ഞാൻ യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു കണ്ടില്ല ഇപ്പം അടുപ്പത്തിരിക്കുന്ന ഈ പാത്രത്തിൽ ഞാൻ മീൻ വറക്കും, തോരൻ വയ്ക്കും. എല്ലാ സാധനങ്ങളും ഇതിൽ ചെയ്യും കേട്ടോ.
പിന്നെ എന്താ പറയുക വഴറ്റിയിട്ടുള്ള അങ്ങനത്തെ സാധനങ്ങൾ വയ്ക്കും ഈ പാത്രത്തിലും മറ്റേ ആ 2 പാത്രങ്ങളിലും. ഇത് ലോഡ്ജ് എന്ന് പറഞ്ഞ LODGE ലോഡ്ജ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. മിക്കവാറും നമ്മൾ ആമസോണിൽ നോക്കിയാൽ കിട്ടും, കോസ്കോയിൽ ചിലപ്പോൾ വരാറുണ്ട്, വാൾമാർട്ടിൽ ഉറപ്പായിട്ട് ഞാൻ കാണാറുണ്ട്, കനേഡിയൻ ടയറിലുണ്ട്, പിന്നെ ഈ US ഫ്രെഡ് മേഴ്സ് അങ്ങനത്തെ കടകളിൽ നിന്നൊക്കെ ഉണ്ടെന്ന് സുമ പറയുന്നുണ്ടായിരുന്നു, അവരവിടെ നിന്നാണ് മേടിച്ചതെന്ന്. അപ്പോൾ അതെല്ലാം ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആയി, പക്ഷേ ഒന്ന് ചൂട് മാറാൻ വേണ്ടിയിട്ട് അവിടെ എടുത്ത് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, എന്താ പറയുക, ഈ ഒരു ലോഹ പോലത്തെ ഉടുപ്പ് എനിക്ക് നല്ല ലൂസായിട്ടോ. ഭയങ്കര വണ്ണവും എനിക്ക് കുറഞ്ഞിട്ടില്ല, എൻ്റെ വെയിറ്റും കുറഞ്ഞില്ല. ആകെ എനിക്ക് തോന്നുന്നു ഒരു 1-2 കിലോ വെയിറ്റ് മൊത്തത്തിൽ കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇത് ശരിക്കും തലവണ ഞാൻ ഇട്ടുള്ള ദിവസം ഇതെന്തൊരു തലവണോറ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറയേണ്ടി ഉടുപ്പ്. ഇത് കുറേ കാലം മുമ്പ് എപ്പോഴോ മേടിച്ച് എവിടെയോ ഇരുന്നതാണ്. അപ്പം ഈ ചെറിയ വൃത്തിയാക്കലൊക്കെ നടത്തുമ്പോൾ നമ്മൾ കാണാതെ പോയ വസ്തുക്കൾ കണ്ടുപിടിക്കാമെന്ന് പറയില്ലേ, അന്ന് പറഞ്ഞ പോലെ കണ്ടു കിട്ടിയത്. അപ്പം ഞാൻ വിചാരിച്ചു ഈ തലമണയോറ ഇട്ടുകൊണ്ട് നടക്കാമെന്ന്. ഈ എന്താ പറയുക, നൈറ്റി ഒറ്റ സ്ട്രെച്ച് തയ്ച്ച നൈറ്റിക്ക് ഞങ്ങൾ പറഞ്ഞ പേരാണ് തലവണോറ എന്നുള്ളത്. ഇതിനിടയ്ക്ക് ചിക്കൻ വെന്തു വന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ചിക്കൻ അങ്ങോട്ട് മാറ്റി വെച്ചു. വെറുതെ ആളം പൂളം ഉണ്ടാക്കിയുണ്ട്, നല്ലതായിരുന്നു എന്ന് എല്ലാവരുടെയും സർട്ടിഫിക്കറ്റ് കിട്ടിയൊരു ചിക്കനാണ് കേട്ടോ അത്. ഇനി ഇത് കണ്ടോ, അടുത്ത ഞാൻ അവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്, ആ ചെടികളൊക്കെ പുറത്ത് കിടന്നിട്ട് ഭയങ്കര വെയിലാണ് കേട്ടോ, 30-36 ഡിഗ്രിയിലാണ് വെയിൽ. ആ പറ്റകളൊക്കെ എനിക്കിത്തിരി വെള്ളം തായോ എന്ന് നിലവിളിക്കുന്ന പോലെ തോന്നി. പിന്നെ ഈ ചെടികളെ കൊല്ലണ ആ ഒരു പേരുദോഷം ഉണ്ടതുകൊണ്ട് ഇന്നിപ്പം ഇവരൊക്കെ ഇവിടെയൊക്കെ കുറേ വൃത്തിയാക്കുകയൊക്കെ ചെയ്തതല്ലേ എന്നാൽ ഞാൻ ഈ പണി ചെയ്തോളാന്ന് വെച്ചു. ഞാൻ ചിലപ്പം മിക്കവാറും മൂത്തവനെ ഇമ്മാനുവൽ നല്ല പൊക്കം ഉണ്ടല്ലോ, അവനെ ഇങ്ങനെ എത്തിക്കുത്തേണ്ട ആവശ്യമില്ല, അപ്പോൾ അവനെ കൊണ്ടാണ് ഇത് നനപ്പിക്കുക. ഇവിടെ 4 ചെടി ഇതുണ്ടായിരുന്നു, ഒരെണ്ണം താഴെ വെച്ച വെള്ളം ഒഴിക്കാനായിട്ട്. അപ്പം മാംഗോ വന്ന് അതൊക്കെ ഒന്ന് മാന്തി നോക്കി, അതുകൊണ്ട് ഇപ്പോൾ 3 ഉള്ളൂ. പക്ഷെ നല്ല രസമാണ്. ഞങ്ങളെക്കാളും നല്ല ഞങ്ങളുടെ ഓപ്പോസിറ്റ് വീട്ടിലത്തെ സൈഡത്തെ വീട്ടുകാർക്കൊക്കെ അവരൊക്കെ മെസ്സേജ് അയക്കും, രാവിലെ എണീക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ, നിങ്ങളിങ്ങനെ ചെയ്തത് നന്നായി, അടുത്ത വർഷവും ചെടി. നമ്മൾ പുറകിലത്തെ ഇതിൽ ചെടി വെക്കാറുണ്ടായിരുന്നില്ല കേട്ടോ, ഈ വർഷം തൊട്ട് പുറകിലും വെച്ചു. എനിക്ക് പ്രത്യേകിച്ചൊരു റീഡിങ് സ്പേസ് ഉണ്ടാക്കാനായിരുന്നേ. മിക്കവാറും സമ്മറിലാണ് ഞാൻ കൂടുതൽ റീഡ് ചെയ്യുക, കാരണം അവധി ഉള്ളതുകൊണ്ട്. പക്ഷേ ഇപ്രാവശ്യത്തെ ചൂട് കാരണം ആ ഒരു പുറത്തോട്ടിരിക്കേണ്ട അവസ്ഥ വന്നില്ല. എന്നാലും നാട്ടുകാർക്കൊക്കെ കണ്ണിന് നല്ല ആനന്ദമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇനിയിപ്പം എനിക്ക് അടുപ്പ് കഴുകണം. അപ്പോൾ ചിക്കൻ ഇപ്പോൾ ആയിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ട് ആ ചിക്കൻ ആ അടുപ്പൊന്ന് തണുക്കാണ്ട് നമുക്ക് കഴുകാൻ പറ്റത്തില്ല കേട്ടോ. അത് ഗ്ലാസ് ടോപ്പാണ്. ഗ്ലാസ് ടോപ്പിൻ്റെ കൗണ്ടർ ആ ഒരു ടോപ്പ് ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് കഴുകാനും തൊടാനൊക്കെ എളുപ്പമുണ്ട്, അല്ലെങ്കിൽ ഇച്ചിരി പ്രയാസം. അപ്പോൾ ഒന്ന് തണുക്കണം. അതുവരെ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ. പുറത്തൊരു ചെറിയൊരു കോഫി ടേബിളും ഇതൊക്കെ ഉണ്ട്, അതിൽ ഒന്ന് വൃത്തിയാക്കാം. കാരണം എനിക്ക് തോന്നുന്നത് ഇവള് ചാടിയിട്ടോ മറിഞ്ഞിട്ടോ ഒക്കെ അതിലെന്തോ ഇത് പൊടിയും ചെള്ളമൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് സ്പ്രേ ഡൗൺ ചെയ്തു. ഞാനൊരു ഓൾ പർപ്പസ് ഇത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യാം. ഇനി നമുക്ക് പതുക്കെ എന്താ പറയുക, വേറെ അങ്ങനെ ഒരു പരിപാടിയില്ലേ നമുക്ക്, വേറെ ഇനിയിപ്പോൾ വാട്ട് ഈസ് നെക്സ്റ്റ്, അടുത്തൊന്നും ചെയ്യാനില്ല. അപ്പോൾ എന്ത് ചെയ്യും എന്ന് തോന്നുമ്പോഴത്തേന് നമുക്ക് തലയ്ക്ക് നല്ല വെളിവില്ല എന്ന് തോന്നുമ്പോഴും ഏറ്റവും നല്ലൊരു പരിപാടിയാണ് ചുമ്മാ കാണുന്നതൊക്കെ ക്ലീൻ ചെയ്യാം. അപ്പം ഞാൻ ഫ്രിഡ്ജ് എന്ന് പറയുമ്പോഴത്തേന് ഈ ഒരു പ്രത്യേകിച്ച് സിൽവർ കളറോ ഇങ്ങനത്തെ ഒരു മെറ്റാലിക് ഇതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കയ്യിലെ പാടും കാര്യങ്ങളൊക്കെ വന്ന് പിടിക്കും കേട്ടോ. അത് വൃത്തിയായിട്ടിരുന്നാൽ തന്നെ നമ്മുടെ വീടിൻ്റെ ഒരു ഭൂരിപക്ഷം ഭാഗവും വൃത്തിയുണ്ടെന്ന് തോന്നും. ഈ സമ്മറിൽ എനിക്ക് എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു അറിയാമോ, ഈ അടുക്കളയിലെ ഈ കറുത്ത സാധനമൊക്കെ വെള്ള പെയിൻറ്റ് അടിക്കണം എന്നൊക്കെ ഞാൻ ഭയങ്കര പ്ലാനിങ്ങാണ്. ഞാൻ ChatGPT അടുത്ത് ചോദിച്ച് എല്ലാ ഡിസൈനും ആക്കി പെയിൻറ്റിൻ്റെ കളറും ഒക്കെ മേടിച്ച് വെച്ചു. നോക്കി വെച്ചു, മേടിച്ചില്ല. ഇതിന് മുമ്പിലത്തെ വർഷം ഞാൻ ഇതിനു വേണ്ടി മേടിച്ച പെയിൻറ്റ് ഉണങ്ങിപ്പോയതുകൊണ്ട് ചെയ്യുമ്പോൾ മേടിച്ചാൽ മതിയെന്നുള്ള ഒരു കർക്കശമായ താക്കീത് കിട്ടിയതുകൊണ്ട് ഞാൻ പെയിൻറ്റ് മേടിച്ചില്ല. പക്ഷേ ഇതാ കോളേജ് തുറക്കാറായി, സ്കൂൾ തുറക്കാറായി, ഇനിയിപ്പോൾ എപ്പോഴാണ് ചെയ്യുക, ഇനിയിപ്പോൾ അടുത്ത വർഷം ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ ആളെ പക്ഷേ ആളെ വിളിച്ച് ചെയ്യിപ്പിക്കുമ്പോഴേ നമുക്ക് നമ്മുടെ വീട്ടിൽ പെരുമാറാനും പറ്റത്തില്ലോ. ഇങ്ങനത്തെ ലൊട്ടിലൊടുക്ക് പണിക്കൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഡിമാൻഡാണ്. എല്ലാവർക്കും വീട്ടിലെ കെട്ടിയവൻ ഉൾപ്പെടെ ഭയങ്കര ഡിമാൻഡാണ് ഇങ്ങനത്തെ ഈ ലൊട്ടിലൊടുക്ക് പെയിൻറ്റ്, കബോർഡ് പെയിൻ്റ് അടി അങ്ങനത്തെ പണിക്കൊക്കെ. ഇനിയിപ്പം കോളേജ് തുറന്നു കഴിഞ്ഞാൽ ലീവ് എടുത്ത് പെയിൻ്റ് അടിക്കേണ്ടി വരുമോ എന്നാണ് എൻ്റെ സംശയം.
എന്തായാലും പിന്നെ ഞാൻ നോക്കിയാൽ കുഴപ്പമില്ല, ഉള്ളത് കറുപ്പാണെങ്കിൽ കറുപ്പ്, വെളുപ്പൊക്കെ അടിക്കണേ കുറച്ച് നല്ല പണി എടുക്കണമല്ലോ എന്ന് വിചാരിച്ചു. ഇടയ്ക്കിടയ്ക്ക് നോക്കി ദീർഘനിശ്വാസം വിട്ടിട്ട് ഇങ്ങനെ ഇരിക്കാം. അടുപ്പ് ഇപ്പോഴും തണുത്തിട്ടില്ല കേട്ടോ, ഗ്ലാസ് ടോപ്പ്. അപ്പം ഞാൻ എന്നാൽ പുറത്ത് വന്നിട്ട് ഇത്തിരിയും കൂടെ ചുമ്മാ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുക്ക് അതങ്ങ് വായിച്ച് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അവസാനിപ്പിക്കാൻ പറ്റില്ല, ഞാൻ മീശയാണ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം എനിക്ക് മീശ എസ് ഹരീഷിൻ്റെ അത് എനിക്കങ്ങ് വായിച്ച് മൂവ് ചെയ്യണില്ല. ഒന്നാമത്തെ പേജ് ഒരു 3 പ്രാവശ്യം വായിച്ചിട്ടാണ് എനിക്കതിൻ്റെ ഒരു ഫ്ലോയിലോട്ട് വന്നത്. പിന്നെ കണ്ടല്ലോ ഒരു എന്താ പറയുക, ഭയങ്കര രസം വായിക്കാൻ. കാരണം ഒന്നാമത്തെ കാര്യം, ആ ഒരു ഭൂപ്രകൃതി എനിക്ക് ഭയങ്കര പരിചയമുള്ളതാണ്. ആർപ്പുക്കരയെ ജനിച്ചു, കൊടമാളൂർ വില്ലൂന്നിൽ പഠിച്ചു, പിന്നെ എന്താ പറയുക അതിരമ്പുഴ, മാന്നാനം, നീണ്ടൂര്, ഓണംതുരുത്ത് ആ കഥയിൽ ആ ഇതിൽ പറയുന്ന ഭൂപ്രകൃതി ഉണ്ടല്ലോ, അവിടെ ജീവിച്ച് ആ ഒരു 17 വർഷം എന്ന് പറയാം, അല്ല 17 വയസ്സ് കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ യൂണിവേഴ്സിറ്റി അങ്ങനെ പോയില്ലോ, ട്രിവാൻഡ്രത്തോട്ട് പോയി. പിന്നെ ട്രിവാൻഡ്രത്തിലൊരു 4 വർഷം. അപ്പം പക്ഷെ നമ്മൾ ചെറുപ്പത്തിലുള്ള ഇതുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് ആ സ്ഥലവും ആ പറയണ ഭാഷയും ആ പറയണ കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാകും. പിന്നെ എന്താ പറയുക, അതിനകത്തുള്ള ആ ഒരു ജാതി ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം എനിക്ക് 44 വയസ്സായി, പക്ഷേ എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. നമ്മൾ ജാതി ഇല്ല എന്ന് പറഞ്ഞാലും ഒരുതരം വൃത്തികെട്ട ജാതി മനോഭാവം ഉള്ള ആൾക്കാരാണ് മധ്യ തിരുവിതാംകൂറിലത്തെ എന്ന് പറഞ്ഞാൽ അറിയാവുന്നവർക്കും മനസ്സിലാവുന്നവർക്കും മനസ്സിലാകും. നമ്മുടെയൊക്കെ തലമുറ, അത് ഞാനും എൻ്റെ സഹോദരങ്ങളൊക്കെ ആയപ്പോഴത്തേന് അങ്ങനെ ജാതിയെക്കുറിച്ച് പറയുന്ന വലിയ മേൽക്കോയ്മ പറയുന്നവരോട് അത് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, അത് തെറ്റാണ് എന്ന് ഞങ്ങൾ തന്നെ ഞാൻ അറ്റ്ലീസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അത് ശരിക്കും പറഞ്ഞാൽ എനിക്കത് വായിച്ചപ്പോൾ കുറേ ആൾക്കാരൊക്കെ ക്രിറ്റിസിസമൊക്കെ കുറേ നമ്മൾ ഇതിനു മുമ്പ്, ഞാൻ ഈ പുസ്തകം വായിക്കുന്നതിന് മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ജാതിക്കിട്ട് കൊടുത്ത ഒരു വലിയ അടി ആണ് ഒരു നോവലിന് എനിക്ക് തോന്നി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ കുറച്ചും കൂടെ വായിക്കാനുണ്ട്, കാരണം ഓരോരോ തിരക്ക് വന്നപ്പോൾ അതങ്ങോട്ട് വിട്ടുപോയി. അതിനിടയ്ക്ക് ഇത് കണ്ടോ, ഈ ഒരു പുട്ടി നൈഫ് പെയിൻറ്റേഴ്സൊക്കെ യൂസ് ചെയ്യുന്നതാണ്. പുട്ടി ഇട്ടിട്ട് ഇങ്ങനെ ചിരണ്ടി കളയുന്ന പുട്ടി നൈഫാണ് നമ്മുടെ ഗ്ലാസ് ടോപ്പ് കഴുകാനായിട്ട് എല്ലായിടത്തും. ഞാനിത് കുറേ വർഷങ്ങളായിട്ട് എപ്പം അടുപ്പ് കഴുകിയാലും കാണിക്കുന്ന ഒരു പുതിയ ഇൻഫർമേഷൻ അല്ല. പക്ഷേ ഗ്ലാസ് ടോപ്പ് ഉള്ളവർ ഒരു പുട്ടി നൈഫ് വെറുതെ $5 ഡോളറാമത്തെ മേടിച്ചാൽ മതി കേട്ടോ. അല്ലാതെ ഭയങ്കര വിലയുള്ള $25 പുട്ടി നൈഫൊന്നും നമ്മൾ ഹോം ഡിപ്പോന്നൊന്നും മേടിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഗുണമില്ല. ഇത് തിൻ ബ്ലേഡാണ്, അപ്പോൾ നമുക്ക് നല്ല പോലെ വരിക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കറിയുടെ ഒക്കെ തെറിച്ചവിടെ ഉണങ്ങി പിടിക്കുകയോ എന്തെങ്കിലും ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ പുട്ടി നൈഫ് വെച്ചിട്ട് നൈസായിട്ട് ഇങ്ങനെ മാന്തി കളയാം. എന്നെപ്പോലെ ഇങ്ങനെ കിടക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അതൊന്നും നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. പക്ഷേ ഈ അടുപ്പും പാചകത്തിൽ ഈ അടുപ്പാണല്ലോ ഇവിടെ തിളങ്ങി നിൽക്കുന്ന ഒരു സാധനം. അതൊന്ന് വൃത്തിയാക്കുമ്പം നമുക്ക് വല്ലാത്തൊരു സമാധാനം, സന്തോഷം കിട്ടും. അപ്പം ഞാനത് കുറച്ച് മെനക്കെടണം കേട്ടോ. ഇനി പിന്നെ നമുക്ക് മെനക്കെടാൻ വയ്യെങ്കിൽ ഈ പിള്ളേരുണ്ടല്ലോ, ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന്മാരെ വിളിച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ മാന്താൻ പറയാം. കണ്ടമാനം പ്രത്യേകിച്ച് ഈ പാലൊക്കെ തിളച്ച് ചായയൊക്കെ തിളച്ച് വീണിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അവിടെ 1-2 ഇത് കാണുന്നത്. അല്ലെങ്കിൽ അവിടെ ഒക്കെ നല്ല തിളങ്ങിയിട്ടുണ്ട്. ആദ്യം സോപ്പിട്ട് ഞാൻ ഡോണിൻ്റെ പവർ ആ ഒരു ഡിഷ് സ്പ്രേ സോപ്പില്ല, ഭയങ്കര സൂപ്പറാണ് കേട്ടോ. എവിടെ എന്ത് സ്റ്റെയിനും അതും പോകും. നമ്മുടെ ഒക്കെ ഒരു ലെവലിലുള്ള സ്റ്റെയിനും കറിയൊക്കെ, അല്ലാത്തതിൻ്റെ കാര്യം നമുക്കറിയില്ല. പിന്നെ ഇവിടെ 2 മെഴുകുതിരി പോലത്തെ സാധനം ഞാൻ മേടിച്ച്, ഇത് ഞാൻ ലണ്ടൻ ഡ്രഗ്സ് ഇത് ലോക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചേക്കുന്നതാണ്. നമ്മൾ ലൈറ്റ് ഇട്ട് കത്തണേ. അപ്പം ഇടയ്ക്ക് എങ്ങാനും ഊതാനൊക്കെ മറന്നുപോയി. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് ഭയങ്കര മെഴുകുതിരി കത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ടോക്സിനാണ്, കണയാന്നൊക്കെ പറയുന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇലക്ട്രിക് മെഴുകുതിരിയാണ് കത്തിച്ച് വെക്കുന്നത്. സോപ്പിട്ട് കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഓൾ പർപ്പസ് സ്പ്രേ വെച്ച് ഒന്നും കൂടി ഒന്ന് സ്പ്രേ ഡൗൺ ചെയ്തു. സമയമുണ്ടല്ലോ, എനിക്ക് അതിൽ കാണാവും നിങ്ങൾക്കെന്ന് എനിക്കറിയത്തില്ല, എനിക്കും കാണത്തില്ല. പക്ഷേ എന്നാലും നല്ല രാത്രിയായിട്ട് ഒരു 8:30-9 ആയിട്ടുണ്ടാവും. പക്ഷെ നല്ല പ്രകാശം ഉണ്ട് ഞാൻ ഈ വീഡിയോ എടുത്ത സമയത്ത്, ഒരാഴ്ച മുമ്പ്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നത് ഭയങ്കരമായിട്ടും BCയിലും ഇവിടെയൊക്കെ സ്പൊക്കൈനിലൊക്കെ മറ്റു US ഇതല്ലേ, ഫയറല്ലേ, നിന്ന് കത്തല്ലേ പാവം. അപ്പോൾ നമുക്ക് അതിൻ്റെ പുകയുണ്ട് കേട്ടോ. അതിനുശേഷം ഇന്ന് വൈകിട്ട് നമ്മുടെ ഒരു പേഴ്സണൽ ഡ്രൈവറെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തോമസ്. എന്നെ ഇനി വീട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് ഡ്രോപ്പൊക്കെ ചെയ്യാനായിട്ട് ഒരു ഡ്രൈവർ ഇൻ മേക്കിംഗ് ആണെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വെറുതെ തമാശ പറയും. ഉറക്കൊന്നും പറയാൻ പറ്റില്ല, ഈ ജൻസിക്കാരോടും ഒക്കെ തമാശ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തന്നെ എനിക്കറിയില്ല.
അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ വരും വരെ ബൈ ബൈ, ടേക്ക് കെയർ.